ആറ്റുകാലമ്മയെ കുറിച്ച് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യമായി പൊങ്കാല അർപ്പിച്ച കഥയായിരിക്കും, ഒരുപക്ഷെ ആദ്യമായി ആറ്റുകാലിലേക്ക് എത്തിയതായിരിക്കും, പൊങ്കാലയെ കുറിച്ച് കേട്ടറിഞ്ഞ് കാണാൻ കാത്തിരുന്ന, പൊങ്കാല അർപ്പിക്കാൻ കാത്തിരുന്ന വർഷങ്ങളെ കുറിച്ചായിരിക്കും. അങ്ങനെ എത്തുന്ന ഓരോരുത്തർക്കും പങ്കുവെക്കാൻ ഓരോ വിശേഷങ്ങളും കഥയുമുണ്ട്. ഇന്നു രാവിലെ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എത്രത്തോളം ഭക്തി നിർഭരമായ കാഴ്ചകളാണ് ശ്രുതി. മാധു, ഗുഡ് മോർണിംഗ്. മാധു പറഞ്ഞെടുത്തത് തന്നെ തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കാത്തിരിപ്പ്, എനിക്ക് തോന്നുന്നു ഈ നിമിഷം പറയാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ കാത്തിരിപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ് ഇന്ന് ഈ കാണുന്ന ഭക്തലക്ഷങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭക്തനിർഭരം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഇതൊരു വിശ്വാസം. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ അമ്മയിലുള്ള വിശ്വാസമാണ്. അത് എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തലേ ദിവസം ഇത്ര തിരക്കുണ്ടാവുമോ എന്ന്. അപ്പോൾ അശ്വതി പറയുമായിരുന്നു, അശ്വതിയും ആദ്രജനും എനിക്കൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അശ്വതി പറയുമായിരുന്നു, അത് ഓരോ വർഷം നമ്മൾ പറയാറുണ്ട്, ഓരോ വർഷം നമ്മൾ തന്നെ പറയുന്നത് നല്ല തിരക്കാണ് ഇത്തവണ എന്ന്. അത് ഓരോ വർഷം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ അതിലും കൂടുതൽ തിരക്കാണെന്നുള്ളത്. അതായത് തലേ ദിവസമൊക്കെ ഇങ്ങനെ തിരക്ക് കാണുമോ എന്നുള്ളത്, അത്ര തിരക്ക് തന്നെയാണ് ഈ നിമിഷം. ഈ ദിവസം ഇനി മാധു പറഞ്ഞ പോലെ മണിക്കൂറുകളില്ല, നമുക്ക് മിനിറ്റുകൾ എണ്ണി കാത്തിരിക്കുകയാണ് അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുന്നതിനായിട്ടുള്ള. അശ്വതി വളരെ വികാരമായിട്ടൊക്കെ സംസാരിച്ചു കുറച്ച് മുൻപ് ഈ കാര്യം. ആറ്റുകാലിലേക്ക് എത്തും മാധുവിനറിയായിരിക്കും. എന്തായാലും ഇവിടേക്ക് എത്തുമ്പോൾ ഒരു വൈകാരിക തലത്തിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാവുക. ഈ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അല്ലാത്ത സമയത്തൊക്കെ ആറ്റുകാലിൽ വരുന്ന ഒരു അന്തരീക്ഷമല്ല ഇവിടെ എന്നുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും പുറത്തു നിന്നൊക്കെ വരുന്നവർ ചോദിക്കും, തിരുവനന്തപുരത്തുകാർക്കൊക്കെ നേരത്തെ അങ്ങ് തൊഴുതു മാറിക്കൂടെ, ഞങ്ങളൊക്കെ വന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ദേവി സന്തോഷവതിയായിരിക്കുന്ന സമയം. നമ്മളെപ്പോഴും അങ്ങനെയല്ല, മറ്റുള്ളവരുടെ മൂഡ് നോക്കി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ സന്തോഷത്തിലിരിക്കുമ്പോൾ അവരോട് പോയി ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കും എന്ന് ഇപ്പൊ ഇവിടെ ഏറ്റവും പ്രസന്നവതിയായിരിക്കുന്ന ദിവസമാണ് ഇന്നിപ്പോ കോപം ശമിപ്പിച്ച് നമ്മൾ പൊങ്കാലയിട്ട് ദേവിയെ ശാന്തയാക്കുകയാണ്. അപ്പോൾ ആ നിമിഷത്തിൽ ഒന്ന് വന്ന് കണ്ടു തൊഴാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് ശ്രുതി. അപ്പോൾ ആ ഭാഗ്യം കിട്ടിയതിന്റെ ഒരു വൈകാരികത എനിക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആദരജൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. കാരണം മാതൃഭാവമാണ്, കോപം ശമിച്ച ശാന്ത സ്വരൂപിണിയാണ്. ഈ പറഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ ഈ പറഞ്ഞ ഭാവങ്ങളൊക്കെ തന്നെയാണ്. അവരുടെ ഇഷ്ടവരദായിനിയാണ്, അവരുടെ അന്നദാതാവാണ്. അമ്മയുടെ മുമ്പിൽ പൊങ്കാലയിടുക, പ്രാർത്ഥിക്കുക, അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുക. പൊങ്കാലക്കളത്തിൽ ആ പായസം ഇങ്ങനെ തിളച്ചു തൂകുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം ആ അഗ്നിക്കൊപ്പം ജ്വലിച്ച് സങ്കടപ്പെട്ട് സങ്കടങ്ങൾ അലിഞ്ഞില്ലാതാകുമെന്നൊരു വിശ്വാസമാണ്. ആ ലക്ഷ്യപ്രാപ്തിക്കായി, പ്രാർത്ഥനയുടെ സഫലീകരണത്തിനായി പലർക്കും പല കാര്യങ്ങളിലാണ് പൊങ്കാലയിടുന്നത്. ആഗ്രഹ സഫലീകരണത്തിനായി, പ്രാർത്ഥനകൾക്കായി, വഴിപാടുകൾക്കായി ഒക്കെ പൊങ്കാലയിടുന്നവരുണ്ട്. പായസത്തിനൊപ്പം അതുപോലെ പല നേദ്യങ്ങൾ സമർപ്പിച്ച് എല്ലാവരുടെയും മനസ്സിൽ ഒരു വികാരമാണ്. എല്ലാവരുടെയും മനസ്സിൽ അവരുടെ അമ്മയാണ്, അവരുടെ പ്രിയപ്പെട്ട ആറ്റുകാൽ അമ്മയാണ്. ആറ്റുകാൽ അമ്മയുടെ മക്കളായിട്ടാണ് എല്ലാവരും, ഒരു വ്യത്യാസവും ഇല്ലാതെ പല നാടുകളിൽ നിന്ന് വന്നവരെല്ലാവരും ഇവിടെ ആറ്റുകാൽ അമ്മയുടെ മുൻപിൽ അവരുടെ അമ്മയുടെ മക്കളാണ്. ആ മക്കൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരുമിച്ച് ഈ അമ്പലത്തിൽ മാത്രമല്ല നഗരത്തിന്റെ പല ഭാഗത്തും അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. കിലോമീറ്ററുകൾ അകലെ ഒരുപോലെ അടുപ്പുകൾ നിരന്ന് എല്ലാവരും മുമ്പിൽ പൊങ്കാലക്കായിട്ട് ഇങ്ങനെ ആ മനസ്സോടെ ഒരു കണ്ണോടെ പ്രാർത്ഥനയോടെ ഇങ്ങനെ എല്ലായിടത്തും ദേവീ മന്ത്രങ്ങളാണ്. അമ്മേ നാരായണ, ദേവി നാരായണ മന്ത്രങ്ങൾ ജപിച്ച് നേരത്തെ വന്ന് തൊഴുതവരുണ്ട്. പല ദൂരത്തു നിന്ന് വന്നവർ നേരത്തെ വന്ന് ദർശനം നടത്തി അടുപ്പുകൾക്ക് സമീപം പൊങ്കാലയുടെ ആ ഒരു മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഇനിയും ദർശനം നടത്താൻ കഴിയാത്തവർ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ പൊങ്കാല ദിനത്തിൽ മറ്റൊരു പ്രത്യേകത, ഇന്ന് ചന്ദ്രഗ്രഹണമാണ്. ഇന്ന് വൈകിട്ട് 3:15 മുതൽ 7:10 വരെ നട അടച്ചിടും. അപ്പോൾ ദർശന സമയം അത്ര കുറവാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ ദർശനം നടത്താനായിട്ട് നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിരക്ക് കൂടി ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു തിരക്ക് കൂടി നമ്മൾ രാവിലെ വന്നപ്പോൾ തൊട്ട് കാണുന്നുണ്ട്. ഇന്നലെയും വളരെ വലിയ മുൻ വർഷങ്ങളെക്കാൾ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടു. ഇന്ന് രാവിലെയും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും ആകെ ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം ഭക്തരുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സമർപ്പണമാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വരിക, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. നോക്കൂ, നമ്മളെല്ലാവരും നമ്മളുടെ വീട്ടിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി സുരക്ഷിതരായി ഇരിക്കുന്നവരാണ്. അവിടെ നിന്ന് ഇറങ്ങി അമ്മയെ കാണാൻ വരുമ്പോൾ ഒരുപക്ഷെ ഇരിക്കാൻ ഒരു സ്ഥലം, നമ്മളുടെ എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, നമ്മളുടെ എല്ലാ സൗകര്യ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഈ വഴിയിൽ ഈ കലം വെക്കുന്ന ഇടത്ത് ഒന്ന് ഇരുന്നൊക്കെയാണ് നേരം വെളുപ്പിക്കുന്നത്. അടുത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് രാവിലെ വസ്ത്രം മാറ്റി അമ്മയെ പോയി കണ്ടൊന്ന് തൊഴുത് തിരികെ വന്ന്, അത്രയും പരിമിതമായ വലിയ ആൾക്കൂട്ടമാണല്ലോ അവിടേക്ക് എത്തിയിരിക്കുന്നത്. പരിമിതമായ സൗകര്യങ്ങളിലിരുന്ന് ഇത്രയും മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ഉച്ചയ്ക്ക് 12 മണിക്ക് വന്ന് വൈകുന്നേരം 5 മണി വരെ ആ ക്യൂവിൽ ഒന്ന് കാത്തിരിക്കുകയാണ്, ഒന്ന് അമ്പലത്തിലേക്ക് കടന്ന് തൊഴുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രത്തോളം ക്ഷമ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. അത് സ്ത്രീകൾക്ക് സഹജമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന വലിയ സമർപ്പണ ബുദ്ധിയാണ്.
തീർച്ചയായും, അതായത് അവരെ സംബന്ധിച്ചപ്പോൾ ക്ഷീണമില്ല. അമ്മയുടെ മുൻപിൽ എത്ര മണിക്കൂർ കാത്തിരുന്നാലും ആ ഭക്ഷണം, വ്രതം നോറ്റിരിക്കുന്നവരുണ്ട്, പൊങ്കാലയ്ക്ക് ശേഷം ആഹാരം കഴിക്കുന്നവരുണ്ട്, വ്രതശുദ്ധിയോടെ പൊങ്കാല അർപ്പിക്കണമെന്നാണ് വിശ്വാസം, അല്ലേ അശ്വതി? പലരും ഭക്ഷണം കഴിക്കാതിരിക്കും. പക്ഷേ അതുപോലെ ചൂട്, കുമ്പച്ചു എടുത്തു പറയേണ്ടതാണ്, ഈ ചൂടുകാലത്ത് പോലും അത് വകവെക്കാതെ ഇരിക്കുന്നവരുണ്ട്. അതെ, അമ്മമാരുടെ കാര്യം പറയുമ്പോൾ മാധു പറഞ്ഞതുപോലെ ഈ ഒന്നാമത്തെ കാര്യം ഇങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രതിസന്ധി, പല കാരണങ്ങളിൽ മുടങ്ങിപ്പോകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടാകും. അവസാന നിമിഷം വരെ ആ ഒരു ആശങ്ക, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്ഥലം പിടിക്കുന്ന ഒരു ഇത്. അപ്പം മാധു പറഞ്ഞ പോലെ ഒരു ദിവസത്തെ ഈ രാത്രി, കഴിഞ്ഞ രാത്രി അവർ ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല. പൊങ്കാലക്കലം എത്ര മനോഹരമാക്കി ഒരുക്കാൻ കഴിയുമോ. എനിക്കിവിടെ പൊങ്കാലയിട്ട് ബാക്കി ആരോടും ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മടങ്ങിപ്പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു മനസ്സ്. അതിനുശേഷം രാവിലെ ഒന്ന് ദേവിയെ കണ്ടു തൊഴണം. അവിടേക്ക് എത്തുന്നു, വലിയ തിരക്ക്. നടപ്പന്തലിലേക്ക് നോക്കൂ, ഒഴിയുന്നില്ല, ആളൊഴിയുന്നില്ല. നടപ്പന്തൽ 2 ദിവസമായിട്ട് നടപ്പന്തലിൽ ആളൊഴിയുന്നില്ല, ഓടുകയാണ്. അതായത് ഓരോ ബാച്ചുകളായിട്ടാണ് പോലീസുകാർ അകത്തേക്ക് കടത്തിവിടുന്നത്. ആ നടപ്പന്തലിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഓടിയാണ് അവർ ദേവിയെ കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരാൾ പോലും വീഴരുതേ എന്ന് ശാഠ്യം പിടിച്ച് പോലീസുകാർ ഇവിടെയുണ്ട്. അവർ കൃത്യമായി അവരുടെ ജോലികൾ ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, അതിനുശേഷമുള്ള ഈ വെയിലാണ് കേട്ടോ. ഈ നമ്മൾ വ്രതമെടുത്ത് രാവിലെ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് അമ്മമാർ ഇതിലേക്ക് പൊങ്കാല ചടങ്ങിലേക്ക് കടക്കുന്നത്. പൊങ്കാല തിളച്ച് തൂവി മനസ്സൊന്ന് നിറയുമ്പോഴാണ് അവർ ചിലപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുക. അതുവരെയുള്ള ആ ഒരു വിശപ്പും ഇതൊന്നും അവരെ സംബന്ധിച്ച് എല്ലാ സൗകര്യങ്ങളും വെടിഞ്ഞാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. നേരത്തെ മാധു സൂചിപ്പിച്ചത് തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് രാത്രി നമ്മുടെ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് മടങ്ങുന്ന സമയത്തും, അതുപോലെ ഇന്നിപ്പോൾ രാവിലെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കണ്ടത് വെറും നിലത്ത് കിടക്കുന്ന, അതായത് മണ്ണും ചെളിയും ഒക്കെ ഉള്ള നിലത്ത് കിടക്കുന്ന ആളുകൾ. എത്ര ആളുകളാണ് അങ്ങനെ കിടക്കുന്നത്. അതായത് ഈ അവർ ഒരുക്കി വെച്ചിട്ടുള്ള പൊങ്കാല നിവേദ്യം അർപ്പിക്കാനായി അമ്മയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കലത്തിന് സമീപം, അല്ലെങ്കിൽ അതിന് ഒരുക്കി വെച്ചിട്ടുള്ളതിന് സമീപമായിട്ടൊക്കെ അവർ കിടക്കുകയാണ് അവിടെ. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർ പൂർണ്ണമായും അമ്മയിൽ അർപ്പിച്ചുകൊണ്ടാണ്, ആ ഒരു വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊക്കെ ഒരു ഞങ്ങൾ അവരെ കടന്നു വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ആശങ്കപ്പെട്ടാണ് വന്നത്. കാരണം അവർക്കിടയിലൂടെ വേണം നമുക്ക് വരാൻ. അവരവിടെ കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവിടെ നിന്ന് എഴുന്നേറ്റ്, അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കിടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ് ശ്രുതിയും അശ്വതിയും മാധുരിയും എല്ലാം. നമുക്ക് വൈകുന്നേരം വരെയും ഈ പൊങ്കാലയുടെ മുഴുവൻ ചടങ്ങുകളുടെയും വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് ഇതുപോലെ തന്നെ എത്തുകയും ചെയ്യും. അമ്മഭാവമാണ് ആറ്റുകാലമ്മയ്ക്ക് എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ സ്നേഹം കൊണ്ട്, നേരത്തെ അശ്വതി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു, ഏറ്റവും പ്രസന്നവതിയായ ഭാവത്തിലാണ് പൊങ്കാല ദിനത്തിൽ നമുക്ക് ആറ്റുകാലമ്മയെ കാണാൻ കഴിയുന്നത്. പക്ഷെ അതിന് മുൻപൊരു ചരിത്രമുണ്ട്. അത് മധുരാപുരി എരിച്ചു വന്ന ചരിത്രമാണ്. ഒരു ഏറ്റവും താഴ്മയുള്ള, എളിയ, പാതിവൃത്യം വ്രതമായി അനുഷ്ഠിച്ച ഒരു സ്ത്രീ, ഒന്ന് ഉറക്കെ ഒരു പക്ഷേ സംസാരിക്കാതിരുന്ന ഒരു സ്ത്രീ എത്രത്തോളം വലിയ ശക്തിയാണ് അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ന് അധികാരത്തിന്റെ ഏറ്റവും അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ഭരണവർഗം തിരിച്ചറിഞ്ഞ കാഴ്ച കൂടിയാണ് കണ്ണകിയുടെ ചരിത്രം. നമ്മളത് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ആ ചിലപ്പതികാരത്തിന്റെ ശീലുകളുടെ ചരിത്രം കൂടി നമ്മളെ തേടിയെത്തുന്ന, ആ ഓർമ്മകൾ നമ്മളിൽ ഉണർത്തുന്ന ഒരു ദിനം കൂടിയാണ് ഇത്. അവിടെ നിന്ന് മധുരാപുരി എരിച്ചു വരുന്ന അമ്മയെ പൊങ്കാലയിട്ട് സ്വീകരിച്ച സ്ത്രീകളുടെ ചരിത്രം അത് ഓർത്തെടുത്തുകൊണ്ടാണ് ഇന്ന് അമ്മയ്ക്ക് മുന്നിലേക്ക് എത്തുന്ന ഭക്തർ പൊങ്കാല അർപ്പിക്കുന്നത്. അതിനുശേഷം വിളക്കുകെട്ടെടുത്ത് സന്തോഷവതിയാക്കിയാണ് ആറ്റുകാലിലേക്ക് കുടിയിരിക്കുന്നത് കണ്ണകി ദേവി. അപ്പോൾ അത്രത്തോളം പ്രസന്നവതിയായി, വലിയ കോപത്തോടു കൂടി ഒരു നഗരത്തെ ആകെ എരിച്ചു വന്ന ക്രോധവതിയായ ദേവീഭാവത്തെ സ്ത്രീകൾ അങ്ങനെ തന്നെ മക്കളായി നിന്ന് ഞങ്ങളെ കാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായി വിളക്കുകെട്ടെടുത്ത് പൊങ്കാല അർപ്പിച്ച് അങ്ങനെ സന്തോഷവതി ആക്കി മാറ്റിയ ചരിത്രമാണ്. അത്രമേൽ പ്രസന്നവതിയായാണ് ആറ്റുകാലിൽ അമ്മ കുടിയിരിക്കുന്നത്. ദ്രാവിഡ ചരിത്രമുള്ള ദേവീഭാവമാണ്. ആ അമ്മയ്ക്ക് മുന്നിലേക്കാണ് സ്ത്രീകൾ പ്രാർത്ഥനയുമായി എത്തുന്നത് എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വേണ്ടിയുള്ള, നമുക്ക് അറിയാവുന്നതാണ് കണ്ണകിയുടെ ചരിത്രം, കുടുംബത്തിന് വേണ്ടിയുള്ള അർപ്പണബോധത്തോടുകൂടി ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന, അവിടെ നിന്ന് അമ്മയിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കുടുംബത്തെ അമ്മയിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. നമ്മുടെയൊക്കെ ഒരു വലിയ വിശ്വാസവും ശക്തിയുമാണ്. നമ്മൾ വലിയ ആളുകളായിരിക്കും, നമുക്ക് എന്തും ചെയ്യാൻ കഴിയുമായിരിക്കും, നമ്മളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ്. പക്ഷേ നമ്മുടെ ബലം എന്ന് പറയുന്നത് അമ്മ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി വരുമ്പോൾ അമ്മയുടെയും ബലം, ഞാൻ എൻ്റെ അമ്മയെ, ആറ്റുകാലമ്മയെ, എൻ്റെ കുടുംബത്തിന്റെ സുരക്ഷ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. ഞാൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്ത്രീകളോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അവിടെ അമ്മയുണ്ട് കാക്കാൻ, ഞാൻ അമ്മയെ കാണാൻ വരുമ്പോൾ എന്ന് നമ്മളോട് പറയുന്ന എത്രയോ സ്ത്രീകളെ ഈ പോയ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഒരു സഹജമായ സ്നേഹത്തോടു കൂടി അമ്മയെ കാണാൻ എത്തുന്ന മക്കളെ ഹൃദയം തുറന്ന് അനുഗ്രഹാശിസ്സുകളോടെ സ്വീകരിക്കാൻ നിൽക്കുന്ന പ്രസന്നവതിയായ ആറ്റുകാലമ്മയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുക ആറ്റുകാലിൽ.